അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഖാല അള്ളാഹു പറയുന്നു, യബ്ന ആദം, ഓ ആദമിന്റെ മക്കളെ അഥവാ മനുഷ്യരെ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി. നീ എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയും എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തൊരു തെറ്റുകൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരും. നിന്റെ ആ പാപങ്ങളുടെ വലിപ്പമോ എണ്ണമോ ഞാൻ പരിഗണിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഒരു അടിമ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൽ, അവൻ്റെ പാപമോചനത്തിലും അവൻ്റെ കാരുണ്യത്തിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ, ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ടിരുന്നാൽ, ആ വ്യക്തിയുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കും എന്നാണ് ഈ ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു അടിമകളോട് പറയുന്നത്. വീണ്ടും പറയുന്നു, യാ ഇബ്ന ആദം, ആദമിന്റെ മക്കളെ, ലൗ ബലഗത് ദുനൂബുക അനാന സമാ സുമ്മ ഇസ്തഗ്ഫർതനി ഗഫർതു ലക വലാ ഉബാലി. നിന്റെ പാപങ്ങൾ ആകാശത്തിലെ മേഘങ്ങൾ വരെ തട്ടുന്നതാണെങ്കിലും, എന്ന് പറഞ്ഞാൽ ആകാശത്തോളം പാപങ്ങൾ, അത്രയും വലിയ തെറ്റുകൾ അല്ലെങ്കിൽ തിന്മയുടെ ആധിക്യം, പാപങ്ങളുടെ ആധിക്യം, അങ്ങനെയാണെങ്കിൽ പോലും സുമ്മ ഇസ്തഗ്ഫർതനി, എന്നിട്ട് നീ എന്നോട് ഇസ്തിഗ്ഫാറിനെ തേടുകയാണെങ്കിൽ, പാപമോചനം തേടുകയാണെങ്കിൽ, ഗഫർതു ലക വലാ ഉബാലി, ഞാൻ നിന്റെ തിന്മകളുടെ ആധിക്യമോ അതിൻ്റെ വലിപ്പമോ ഞാൻ പരിഗണിക്കുകയില്ല. പാപമോചനം തേടുന്ന കാലത്തോളം അടിമകളെ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരുമെന്ന് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വീണ്ടും പറയുന്നു, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. ഭൂമി നിറയെ നീ പാപങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ കണ്ടുമുട്ടിയാൽ, എന്നാൽ എന്നെ കണ്ടുമുട്ടുന്നത് എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത, ഒരു നിലക്കുമുള്ള ശിർക്കില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ, ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമി നിറയെ പാപമോചനം നിനക്ക് ഞാൻ നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദുള്ള ആളുകൾക്ക്, മുവഹിദുകളായ ആളുകൾക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. ഈ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നത് ഒരാൾക്കും പുറത്തു കൊടുക്കുകയില്ല, അവർ തൗബ ചെയ്തെങ്കിലല്ലാതെ. എന്നാൽ അതല്ലാത്ത പാപങ്ങൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കാം. അപ്പോൾ തൗഹീദുള്ള ആളുകൾക്ക് അവരുടെ പാപങ്ങൾ ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ അതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കും, അല്ലെങ്കിൽ അള്ളാഹു അവന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കും. ചുരുക്കത്തിൽ ഇവിടെ രണ്ട് കാര്യങ്ങളുടെ പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ എന്നോട് പാപമോചനം തേടുന്ന കാലത്തോളം, അപ്പോൾ പാപമോചനം തേടണം, ഇസ്തിഗ്ഫാർ നടത്തണം, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കണം. അങ്ങനെ നിരാശപ്പെടാതെ ഇസ്തിഗ്ഫാർ നിരന്തരമായി ചെയ്താൽ അവരുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര എണ്ണം കൂടുതലുണ്ടെങ്കിലും അള്ളാഹു അത് പുറത്തു കൊടുക്കും. അതേപോലെ തന്നെ മനസ്സിലാക്കുക, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും അവരുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. അതല്ലാത്ത പാപങ്ങൾ ഒരുപക്ഷെ അള്ളാഹു അവർക്ക് അവരുടെ മറ്റു സൽക്കർമ്മങ്ങൾ കൊണ്ട് പുറത്തു കൊടുത്തേക്കാം. എന്നാൽ ശിർക്കാകുന്ന പാപം പൊറുക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ടതുണ്ട്. ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങി തൗഹീദ് സ്വീകരിച്ചെങ്കിലല്ലാതെ ശിർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല.